ഹലോ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു യാത്രാ ദിവസത്തിൻ്റെ വിശേഷങ്ങളുമായി നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ഫേസ്ബുക്കിൽ നിന്ന് പണം സമ്പാദിക്കാനോ മറ്റേതെങ്കിലും ലക്ഷ്യമിട്ടോ അല്ല. യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കുന്ന മനോഹരമായ അനുഭവങ്ങളും ഓർമ്മകളും നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. പണം സമ്പാദിക്കാൻ നമുക്ക് വേറെ ജോലികളുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ ഒരു സുഹൃത്ത് ജിനു വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഫ്രീ ആണെങ്കിൽ വീട്ടിലോട്ട് വാ, ഉച്ചഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാം എന്നായിരുന്നു ആ ക്ഷണം. ഞങ്ങൾക്കും വന്ന് പ്രത്യേക പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പുതിയ നാട്ടിലെ സുഹൃത്തുക്കളുടെ ക്ഷണങ്ങൾ വിലമതിക്കേണ്ടതാണെന്ന് തോന്നിയതിനാൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ പോകാൻ തീരുമാനിച്ചു. ആദ്യ പ്ലാൻ ട്രെയിനിൽ പോകുക എന്നതായിരുന്നു. പക്ഷേ ഞായറാഴ്ച ആയതിനാൽ ട്രാക്ക് വർക്ക് നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിൻ സർവീസുകളില്ല. അതിനു പകരം റെയിൽവേ യാത്രകൾക്കായി സൗജന്യ ബസ് സർവീസ് ഒരുക്കിയിരിക്കുന്നു. എവിടേക്കും സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഈ സംവിധാനം എന്നെ ശരിക്കും ആകർഷിച്ചു. ഇത്തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ പലർക്കും മാതൃകയാകേണ്ടതാണ്. ഏകദേശം 1 മണിക്കൂർ നീണ്ട ബസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ജിനുവിൻ്റെ വീട്ടിലെത്തി. ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത ജിനുവും ഭാര്യ ഷിഫ്നയും ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ആദ്യ കൂടിക്കാഴ്ചയായിരുന്നെങ്കിലും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വർഷങ്ങളായുള്ള സൗഹൃദം പോലെ ഒരു ആത്മബന്ധം തോന്നി. പരസ്പരം പരിചയപ്പെട്ട ഉടനെ തന്നെ ഒരു ചൂടൻ കാപ്പിയുമായി അവർ ഞങ്ങളെ സ്വീകരിച്ചു. ഒരു നിമിഷം വീട്ടിൽ തയ്യാറാക്കിയ രുചികരമായ നോൺ വെജ് ഉച്ചഭക്ഷണം സ്നേഹത്തോടെ വിളമ്പിയ ആ ഭക്ഷണത്തിൻ്റെ രുചി ഇന്നും മനസ്സിൽ നിലനിൽക്കുന്നു. ഭക്ഷണം മാത്രമല്ല, അവരുടെ സ്നേഹപൂർവമായ സ്വീകരണവും ആതിഥേയത്വവും ആ ദിവസത്തെ കൂടുതൽ മനോഹരമാക്കി. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു, വിശേഷങ്ങൾ പങ്കുവെച്ചും സമയം ചെലവഴിച്ചു. അവരുടെ കുട്ടികളുടെ കളികളും കുസൃതികളും കണ്ടിരുന്നപ്പോൾ സമയം എങ്ങനെയോ കടന്നുപോയെന്ന് പലതും അറിയില്ല. വൈകുന്നേരം ഏകദേശം 4 മണിയോടെ തിരികെ യാത്ര തുടങ്ങി. ഒരു സാധാരണ ഞായറാഴ്ചയായ മനോഹരമായ ഓർമ്മയാക്കി മാറ്റിയത് ഈ കൂടിക്കാഴ്ചയാണ്. സിഡ്നി പോലെ വലിയൊരു നഗരത്തിൽ പോലും നമ്മളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്ന് എനിക്ക് വലിയ സന്തോഷവും ആത്മവിശ്വാസവും നൽകി. ഈ മനോഹരമായ ദിവസം സമ്മാനിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ജിനുവിനും ഭാര്യ ഷിഫ്നയ്ക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്തൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം. ബൈ.